നറൂട്ടോ, ലൂഫി, ഇച്ചിഗോ ബിഗ് 3 ആനിമിലെ ഈ 3 ക്യാരക്ടേഴ്സിനെയും ട്രെയിനിങ് ചെയ്യിപ്പിച്ച ബെസ്റ്റ് സെൻസെ ആരാണ്, അഥവാ ബെസ്റ്റ് മാസ്റ്റേഴ്സ് ആരാണ്? ഇത് ഞാൻ പവർ വെച്ചല്ല കമ്പയർ ചെയ്യുന്നത്, ടീച്ചിങ് സ്കില്ലും കെയറിങ്ങും അതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ വെച്ചാണ് ഇവരെ ഞാൻ റാങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ലൂഫിയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച റെയിലിയെ എടുക്കാം, അതുപോലെ ഇച്ചിഗോയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച ഉറഹാറയും എടുക്കാം. എന്നാൽ ഇവിടെ നറൂട്ടോയെ ഇറൂക്ക, കക്കാഷി, ജിറായ 3 പേർ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറൂക്ക ഇവരുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു, അതുപോലെ തന്നെ കക്കാഷി ടീം 7ന്റെ ലീഡർ ആണ്. അപ്പോൾ പിന്നെ ഈ ലിസ്റ്റിൽ നമുക്ക് നറൂട്ടോയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച ജിറായയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഉറഹാറയിൽ നിന്നും തുടങ്ങാം. ബ്ലീച്ചിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഉറഹാറ. വളരെ കുറച്ച് സമയം മാത്രമേ ഇച്ചിഗോയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ പുള്ളിക്കാരന്റെ ട്രെയിനിങ് വളരെയധികം ഡേഞ്ചർ ആണ്. ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരാം. ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ്. പക്ഷെ പെട്ടെന്ന് തന്നെ പവർഫുൾ ആകും. പിന്നെ പുള്ളിക്കാരന് കെയറിംഗ് ഉണ്ടെങ്കിലും അത് പുറത്തധികം കാണിക്കാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറഹാറയെ 3rd പ്ലേസിൽ വച്ചത്. ഇനിയിപ്പോൾ 2nd പ്ലേസിൽ ആരാണെന്ന് നോക്കിയാൽ വൺ പീസിൽ തന്നെ കിടിലനായിട്ട് ഹാക്കി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് റെയിലി. ഒരു ഹാക്കി എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ലൂഫിയെ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ബെസ്റ്റ് ടീച്ചിങ് നമ്മുടെ റെയിലിയുടെ ആണെന്ന് പറയാം. എന്നാൽ ഇവിടെ ജിറയെ പോലെ ഇമോഷണൽ ബോണ്ടിങ് കുറവാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ ലൂഫിയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, അതായത് 2 വർഷം. വൺ പീസിൽ ഈ ഒരു 2 years എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ നമ്പർ 1ലുള്ളത് പറയണ്ടല്ലോ, നമ്മുടെ ജിറയ സെൻസ് തന്നെ. നറൂട്ടോയെ ഒരു നിഞ്ച അല്ലാതെ നല്ല മനുഷ്യനാക്കാൻ വേണ്ടി ശ്രമിച്ചു. റെസെങ്കൻ, സേജ് മോഡ്, സമണിങ് ജുഡ്സു പോലുള്ള എല്ലാ സംഭവങ്ങളും ജിറായ നമ്മുടെ നറൂട്ടോയ്ക്ക് ട്രെയിനിങ് ചെയ്യിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവരുടെ ഒരു ബോണ്ടിങ്ങും അത്രയധികം ഇമോഷണൽ ആയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജിറയും ഇവിടെ പെർഫെക്റ്റ് ഒന്നുമല്ല. ഡിസിപ്ലിൻ കുറച്ചു കുറവാണ്. എപ്പോഴും ഒരു ഫൺ മോഡിലാണ് പുള്ളിക്കാരൻ ഉണ്ടാകാറ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ജിറയെ 1st പ്ലേസിൽ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാരാണ് ബെസ്റ്റ് സെൻസി ആയിട്ട് തോന്നിയത്? മറക്കാതെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.